ബഡുവാനി മധ്യപ്രദേശിലെ വെസ്റ്റ് നിമറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിദൂര ഗോത്രവർഗ ആധിപത്യമുള്ള ജില്ല. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും സാംസ്കാരിക സ്വത്വവും ഇതിനെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. അവിടെ വികസനവും സാമ്പത്തിക പുരോഗതിയും അകലെയായിരുന്നു. അവിടെ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് സർക്കാരിൻ്റെ പദ്ധതികളുടെ ആനുകൂല്യം പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഗ്രാമീണ ജനതയെ എങ്ങനെ സ്വയം പര്യാപ്തരാക്കാം, അവരുടെ സാമ്പത്തിക പുരോഗതിക്ക് എങ്ങനെ വഴി തുറക്കാം, സാങ്കേതിക പുരോഗതിയിലൂടെയും ഡിജിറ്റൽ ഫിനാൻസിലൂടെയും ബഡുവാനിയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വാതിൽപ്പടി ബാങ്കിംഗ് സൗകര്യം എങ്ങനെ ലഭ്യമാക്കണമെന്ന് ചുമതല ഏറ്റെടുത്തു മധ്യപ്രദേശ് സംസ്ഥാന ഗ്രാമീണ ആജീവിക മിഷൻ. നമസ്കാരം, എൻ്റെ പേര് ആശാ മാളവ്യ. ഞാൻ ഗ്രാമം സാലി, തഹസീൽ രാജ്പൂർ, ജില്ല ബഡ്വാനി, മധ്യപ്രദേശിൽ നിന്നാണ്. എനിക്ക് മധ്യപ്രദേശ് ഗ്രാമീൺ ബാങ്ക് രാജ്പൂർ ബ്രാഞ്ചിൽ ഒരു കിയോസ്ക് സെന്റർ ഉണ്ട്. അതിൽ ഞാൻ എൻ്റെ ബിസി പോയിന്റ് ഉപയോഗിച്ച് വ്യക്തിഗതവും കൂട്ടവുമായ ഇടപാടുകൾ നടത്തുന്നു. ആശാ മാളവ്യയുടെ ഈ പുരോഗതിയുടെ പാത എളുപ്പമായിരുന്നില്ല. കുടുംബത്തിന്റെ സാമ്പത്തിക ദൗർബല്യവും സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ അഭാവവും പണത്തിന്റെ ദൗർലഭ്യവുമായിരുന്നു ആശയുടെ പാതയിലെ ഏറ്റവും വലിയ തടസ്സം. എന്നാൽ മധ്യപ്രദേശ് സംസ്ഥാന ആജീവിക മിഷനും RSETIയും വഴി നൽകിയ പരിശീലനം, CLF വഴി ബയോമെട്രിക് ഉപകരണങ്ങൾ, ലാപ്ടോപ്പുകൾ, ഓടിക്കായി നൽകിയ വായ്പ എന്നിവ കൊണ്ട് അവർ ഈ ബുദ്ധിമുട്ട് തരണം ചെയ്തു. ആദ്യമൊക്കെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാൻ എനിക്ക് കഴിവില്ലായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ബിസി പോയിന്റ് ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ നടത്താൻ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ഒരു പെൺകുട്ടിയായതിനാൽ എനിക്ക് പലതും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്ന ഒരു മാറ്റം എന്നിൽ വന്നു. ആശ ദിവസവും തന്റെ സ്വന്തം വാഹനത്തിൽ ഭാഗ്സൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന MBGB ബാങ്ക് കിയോസ്കിലെത്തി നൂറുകണക്കിന് ഗ്രാമവാസികൾക്ക് സരളവും സുലഭവുമായ ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നു. ഇപ്പോൾ രാജ്പൂർ ഡെവലപ്മെന്റ് ബ്ലോക്കിലെ ഈ ആളുകൾക്ക് ചെറിയ ബാങ്കിംഗ് സേവനങ്ങൾക്കായി പുറത്തെവിടെയും പോകേണ്ടതില്ല. മറിച്ച് സ്വന്തം ഗ്രാമത്തിലെ തന്നെ കിയോസ്കിൽ നിന്ന് പണമിടപാട് കേവലം ആധാർ കാർഡ് വഴി ചെയ്യാൻ കഴിയുന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് എല്ലാം താനെ നടക്കും. എന്താ ഈ സൗകര്യം കുറവാണോ? ആശ വ്യക്തിഗത ബാങ്കിങ്ങിന് മാത്രമല്ല, മിഷനുകളുടെ ഗ്രൂപ്പുകൾക്കും സേവനങ്ങൾ നൽകുന്നു. അവർ എല്ലാ BO ആൻഡ് CLF മീറ്റിംഗുകളിലും പങ്കെടുത്ത് എല്ലാ സ്വയം സഹായ സംഘ ബാങ്കിംഗ് ഇടപാടുകളുടെയും ഡോർ സ്റ്റെപ്പ് ഡെലിവറി നൽകുന്നു. ഡ്യുവൽ ഒതന്റിക്കേഷൻ പോലുള്ള തികച്ചും സുതാര്യവും സാങ്കേതികവുമായ പ്രക്രിയയിലൂടെയാണ് ഈ ഇടപാടുകൾ നടക്കുന്നത്. അത് ഇതിനെ ലളിതവും സുരക്ഷിതവുമാക്കുന്നു. പ്യുവർ ഒതന്റിക്കേഷനിൽ അത് സുരക്ഷിതം എന്തുകൊണ്ടെന്നാൽ ഇതിൽ സ്തംഭനാവസ്ഥ നിർദ്ദേശം വഴിയാണ് ചെയ്യുന്നത്. എത്ര അംഗങ്ങളുണ്ടോ അവരുടെ എല്ലാം ഒപ്പുവാങ്ങുന്നു. ഈ അംഗം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നു. അധ്യക്ഷനും സെക്രട്ടറിയും ഉണ്ടല്ലോ, അവർക്ക് നൽകുന്നു. അതിനാൽ ഈ രീതിയിൽ ഇത് തികച്ചും സേഫും സെക്യൂറുമാണ്. കൂടാതെ ഈ ബാങ്കിംഗ് സംവിധാനം തികച്ചും സുരക്ഷിതവും സെക്യൂറുമാണെന്നും അത് എല്ലാവർക്കും സ്വീകരിക്കാമെന്നും എല്ലാ സഹ ബാങ്കർമാർക്കും ഒരേ സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മുഴുവൻ പ്രക്രിയയിലും ബാങ്കിന് പുറമെ കോർപ്പറേറ്റ് BCക്കും ഒരു പ്രധാന പങ്കുണ്ട്. ഇത് ഒരു ഡാറ്റ ആഗ്രഗേറ്ററായി പ്രവർത്തിക്കുക മാത്രമല്ല, BC സഖിയുടെ ID സൃഷ്ടിച്ച് സജീവമാക്കുന്നതിലൂടെ BC പോയിന്റിനെ സജീവമാക്കുകയും ചെയ്യുന്നു. ആജീവിക മിഷൻ മുഖേന രൂപീകരിച്ച SHGകളെ ആശാജി ബാങ്കിങ്ങുമായി ബന്ധിപ്പിക്കുന്നു. അവരുടെ ബാങ്കിംഗ് അക്കൗണ്ടുകൾ തുറക്കുന്നു. കൂടാതെ ഡ്യുവൽ ഒതന്റിക്കേഷൻ മുഖേന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെയും ഇടപാടുകൾ നടത്തുന്നു. ആശാജി ഇതുവരെയുള്ള പ്രവർത്തന ഡാറ്റ അനുസരിച്ച് അവർ ബാങ്കിംഗ് വഴിയും കയോസ്ക് ബാങ്കിംഗ് വഴിയും ഏകദേശം 4000 അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട്. അവയുടെ ഇടപാട് മൂല്യവും ഏകദേശം 16 കോടി രൂപയാണ്. ഇതിൽ ഏകദേശം 1,10,00,000 രൂപ സ്വയം സഹായ സംഘങ്ങളുടെ ട്രാൻസാക്ഷൻ വോളിയമാണ്. ഈ ഡാറ്റ ഞങ്ങൾ പ്രതിമാസാടിസ്ഥാനത്തിൽ മിഷനുമായി പങ്കിടുകയും ചെയ്യുന്നു. കയോസ്കിൽ എത്താൻ കഴിയാത്ത വയോജനങ്ങൾക്ക് BC സഖി ആശാ വീട്ടിലെത്തിയും അവരുടെ പെൻഷനോ പണമോ നൽകുന്നു. ഉദാഹരണത്തിന്, ഞാൻ കിയോസ്ക് സെന്റർ ആരുടെയൊക്കെയാണോ ഞാൻ അക്കൗണ്ട് തുറന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ചില ആളുകൾ പ്രായമായവരാണ്, അല്ലെങ്കിൽ ചില ആളുകൾ അവരുടെ വീട്ടിൽ നിന്ന് വരുന്നവരാണ്, അവർക്ക് സെന്ററിലേക്ക് വരാൻ കഴിയില്ല, അല്ലെങ്കിൽ ബാങ്കിലേക്ക് വരാൻ കഴിയില്ല. അതിനാൽ അവർ ചോദിക്കുന്നു, ചേച്ചി നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാമോ എന്ന്. അപ്പോൾ ഞാൻ പറയുന്നു, തീർച്ചയായും. എന്റെ ജോലി തന്നെ വീട് തോറുമുള്ള സേവനം നൽകലാണ്. അതിനാൽ ഞാൻ അവരുടെ വീടുകളിൽ പോകുമ്പോൾ, അവരുടെ പണം പുറത്തെടുക്കുമ്പോൾ, ഞാൻ അവർക്ക് പണം നൽകുമ്പോൾ അവർക്ക് വളരെ സന്തോഷം തോന്നുന്നു. ആശയുടെ പുരോഗതി കാണാൻ തുടങ്ങിയപ്പോൾ വീട്ടുകാരുടെ മനോഭാവവും മാറി. ഇപ്പോൾ ആശ നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിന് മാത്രമല്ല, മറിച്ച് തൻ്റെ പ്രദേശത്തെ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്കും ഒരു മാതൃകയാണ്. അതായത് ഇന്നുവരെ ഞങ്ങൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയായി തീർന്നു. ഇവർ കാരണമാണ് ഞങ്ങൾക്ക് ഉയർച്ച ഉണ്ടായത്. അതുകൊണ്ട് ആശ ഭാവിയിലും പ്രവർത്തിക്കും. ഞങ്ങളുടെ മകൾ ഭാവിയിലും പ്രവർത്തിക്കും. ഭാവിയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടായിരിക്കും.
ആശ നൽകിയ സൗകര്യം ബാങ്കിന് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുക മാത്രമല്ല, മറിച്ച് ബാങ്കിംഗ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഡുവൽ ഒഥന്റിക്കേഷൻ പോലുള്ള സാങ്കേതിക സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും ബാങ്ക് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. ആശയുടെ പ്രതിമാസ വരുമാനത്തിൻ്റെ 25% വരുമാനം സ്വയം സഹായ സംഘത്തിൻ്റെ ഇടപാടുകളിൽ നിന്നാണ്. ഇത്തരത്തിൽ ആശ തൻ്റെ സേവനങ്ങളിലൂടെ സമൂഹത്തിന് പ്രയോജനം ചെയ്യുക മാത്രമല്ല, തൻ്റെ പ്രദേശത്തെ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മാതൃകയാവുകയും ചെയ്യുന്നു. ഞാൻ മറ്റ് സഹോദരിമാർക്ക് അല്ലെങ്കിൽ ചേച്ചിമാർക്ക് ഈ സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇന്ന് ഇത് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതായത് ഞാൻ മുൻപ് ദരിദ്രാവസ്ഥയിലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ ലക്ഷാധിപതി ക്ലബിൽ എത്തിയിരിക്കുന്നു.